ഹായ് ഓൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ അങ്ങനെ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ട്. സത്യപ്രതിജ്ഞയിൽ ഞാൻ എന്തുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളത് പ്രതിജ്ഞ എടുത്തു. അതേപോലെ എന്താ പറയാ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ അള്ളാഹുവിന്റെ നാമം ഉപയോഗിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് ഞാൻ കണ്ടു. ആരാ കമന്റ് ഇട്ടേ? ഞങ്ങളൊന്നും അങ്ങനെ കമന്റ് ഇടുന്നത് കണ്ടിട്ടില്ലല്ലോ, ഞങ്ങളൊന്നും അങ്ങനെ കമന്റ് ചെയ്യാറില്ലല്ലോ എന്നൊന്നും പറയണ്ട. അങ്ങനെ കമന്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ കമന്റ് വായിച്ചു നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇട്ട കമന്റ് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് മുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഒന്നാമത്തെ കാര്യം, ഈ ടോക്സിസിറ്റിക്ക് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് നേരമില്ല കേട്ടോ. ഞാൻ എന്നാലും ഈ കമന്റ് ഒക്കെ കാണുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള കുറെ ആൾക്കാർക്ക് അതൊരു തെറ്റിദ്ധാരണ വരണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. മെയിൻലി ഞാൻ എന്തുകൊണ്ട് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം. നമ്മൾ അവിടെ സത്യപ്രതിജ്ഞയുടെ സമയത്ത് പോയ ടൈമിൽ തന്നെ പഞ്ചായത്തിൽ നിന്ന് ക്ലിയർ കട്ടായിട്ട് അവർ നമ്മുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഒന്നുകിൽ ദൈവനാമത്തിൽ എന്ന് മാത്രം, അവിടെ സ്പെസിഫിക് ആയിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടോ സത്യം ചെയ്യുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് നിങ്ങൾ പറയരുത് എന്ന് അവർ നമ്മുടെ റൂൾസ് തന്നതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് രണ്ടാമത്തെ കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു അങ്ങനെ പറയാനായിരുന്നു. അപ്പൊ നമ്മൾ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 21ഓളം മെമ്പർമാരുണ്ട്. ഈ 21 മെമ്പർമാരിൽ മെജോറിറ്റി ഏറെക്കുറെ ഒരു 10, 15, 16 ആൾക്കാരോളം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അപ്പോൾ മെയിൻലി ഞാൻ ഇത് പറയാനുള്ള റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നു അതുകൊണ്ട് ഞാനും പറഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ ഒരിക്കലും ഒരു വിഭാഗത്തിന്റെ മെമ്പർ അല്ല. ഓക്കെ, എന്നെ ജയിപ്പിച്ചത് ഈ നാട്ടിലുള്ള എല്ലാ വിഭാഗം വരുന്ന ആളുകളുടെയും സഹകരണം കൊണ്ടാണ്. LDFന്റെ മെമ്പറോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മെമ്പറോ, അതായത് അള്ളാന്റെ മേലിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, അത് പാടില്ല എന്നുള്ളത് റൂൾസിൽ നമ്മുടെ അടുത്ത് അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം, അങ്ങനെ നമ്മുടെ പഞ്ചായത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരു ഇത്ത അത് 2ാം പ്രാവശ്യം പ്രതിജ്ഞ മാറ്റി പറയേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ റൂളിൽ അവരത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറയരുത് എന്നുള്ളത്, ഇന്ന പെർട്ടിക്കുലർ ദൈവത്തിന്റെ പേരെടുത്ത് പറയരുത് എന്നുള്ളത്. അപ്പോൾ അതൊരു കാറ്റഗറിയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ നമ്മളത് പറയുന്ന സമയത്ത് ഒരു പഞ്ചായത്താവുമ്പോൾ ഇവിടെ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവിധ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ട്, ദൈവവിശ്വാസമുള്ളവരുണ്ട്, ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട്. പല തരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകൾ കൂടിയതാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അവിടെ ഞാൻ പോയിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ എന്നെ തെരഞ്ഞെടുത്ത എല്ലാ ആളുകൾക്കും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കാര്യമല്ല അത്. നേരെ മറിച്ച് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ടോക്സിക് ആയിട്ട്, അതായത് അവൾ അള്ളാന്റെ നാമത്തിൽ സത്യം ചെയ്തില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും അത് ആക്സെപ്റ്റബിൾ ആയിരിക്കും. കാരണം ദൃഢപ്രതിജ്ഞയ്ക്ക് എന്താ കുഴപ്പം? മനസ്സറിഞ്ഞ് ഒരു മുസ്ലിം എടുക്കുന്ന അല്ലെങ്കിൽ ഒരു എന്താ പറയാ അത്യാവശ്യം എത്തിക്സ് ഉള്ള ഏതൊരു മനുഷ്യനെടുക്കുന്ന ദൃഢപ്രതിജ്ഞയ്ക്കും ദൈവനാമത്തിൽ ചെയ്യുന്ന സത്യപ്രതിജ്ഞയോളം തന്നെ വിലയുണ്ട്. നമ്മൾ കൊടുക്കുന്ന വാക്കിന് നമ്മുടെ ജീവന്റെ വില കാണുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. സോ ആ പ്രതിജ്ഞ എടുക്കുന്നതിൽ എന്താ കുഴപ്പം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ വേറൊരു കമന്റ് വന്നതാണ്, അവൾക്കിപ്പോ ദൈവം എന്ന് മാത്രമേ വായിൽ വരുന്നുള്ളൂ, അള്ളാന്ന് പറയാൻ പോലും അറിയില്ലാന്ന്. ഞാൻ നല്ല വൃത്തിക്ക് അള്ളാന്ന് പറയും. പിന്നെ എന്താ പറയാ, ദൈവം എന്ന് പറയുമ്പോൾ ദൈവമാണ്. ദൈവം എന്നുള്ളത് ഒരു വേർഡ് എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മതങ്ങളുടെ കുത്തകയല്ല. നമ്മുടെ ദൈവം ആരാന്ന് ചോദിച്ചാൽ അള്ളാഹു തന്നെയാണ്. അള്ളാഹിന്റെ ഒരു കുറേ പേരുകളിൽ ഒരു പേര് മാത്രമാണ്. ഇതൊക്കെ എന്താ പറയാ ഭയങ്കര ടോക്സിക് ആയിട്ട് ഇങ്ങനെ അഴിച്ചു വിട്ട് ഇടാതിരിക്കാട്ടോ ദയവ് ചെയ്തിട്ട്. ഇത്രയും വെറുപ്പും വിദ്വേഷവും ഒന്നും നിങ്ങൾ വിളമ്പേണ്ട കാര്യമില്ല. എന്താണ് ഒരു സത്യപ്രതിജ്ഞ? ഞാൻ ചെയ്ത ആ ഒരു സാധനം നിങ്ങളിലോട്ട് എന്റെ സന്തോഷം ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ. അത് മാത്രമല്ല, ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മുടെ പഞ്ചായത്തിൽ ഡേ ടു ഡേ ഒരു മെമ്പറുടെ ഒരു ലൈഫ് എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങളെന്നെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് അറിയിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണെന്ന് കരുതിയിട്ട് തുടക്കം മുതലേ ഞാൻ അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയെന്നുള്ളൂ. അപ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ ഇതിന് രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അത് വേണ്ടല്ലോ പരമാവധി. അപ്പോ അത് ചെയ്യണ്ട ട്ടോ. സോറി ചുമച്ചതിന്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നേ തന്നെ ഇത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, അവള് മുന്നേ നിക്കാബ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇപ്പൊ എന്താ പറയാ LDFൽ ആയ ശേഷം ഫേസ് കാണിച്ചു തുടങ്ങി. നോ, അങ്ങനെയല്ല. ഞാൻ കുറേ മുന്നേ ഫാമിലി വ്ളോഗും പ്രാങ്കും ചലഞ്ചസും ഒക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഹെയർ കാണിച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താ പറയാ ഭയങ്കരമായിരുന്നു. അതിനുശേഷം എൻ്റെ വീട്ടിലൊരു ഡെത്തും എൻ്റെ സ്പിരിച്വൽ ജേർണി കുറച്ചധികം ഡെപ്തിലോട്ട് ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഡിപ്രഷനും ആങ്സൈറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ടൈമിൽ എനിക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷനാണ് നിക്കാബ്.
ഓഫ് കോഴ്സ് അത് പ്രിഫർ ചെയ്യുന്ന ഒരാളുടെ എല്ലാവിധ, അതായത് ഒരാൾ നിക്കാബ് ഇടുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടുള്ളത് ബഹുമാനം മാത്രമാണ്. കാരണം എനിക്ക് അതിൽ നിലനിൽക്കാൻ പറ്റാത്തത് എൻ്റെ കുഴപ്പമാണ്. ഒരാൾ നിക്കാബ് ഇടുന്നുണ്ടെങ്കിൽ അയാളുടെ വിശ്വാസത്തിന്റെ എക്സ്ട്രീം അയാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാളുടെ റൈറ്റ് ആണ്, അത് ചൂസ് ചെയ്യാനും ഇടാനും. ആൻഡ് ആ റൈറ്റിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അവരോട് ബഹുമാനം മാത്രമാണ് ഉള്ളത്. ആൻഡ് ഈവൻ ഇപ്പൊ ഞാൻ നിക്കാബ് മാറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴൊന്നല്ല. നിക്കാബ് ഞാൻ വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ പാടനെ എനിക്ക് എൻ്റെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാര്യങ്ങൾ, പിന്നെ എനിക്കതിൽ തുടരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഹിജാബിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ടായിരുന്നു. ഹിജാബിലോട്ട് കൺവേർട്ട് ആയ ആ ടൈം മുതൽക്ക് തന്നെ നിങ്ങൾക്ക് നേരെ ചൊവ്വേ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മേക്കപ്പ് മീൻസ് സ്കിൻ കെയർ യൂസ് ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്യാതെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പർദ്ദ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പർദ്ദ ഇടാതെ, അതായത് നോർമൽ ഇതുപോലെയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പർദ്ദ ഇടുന്നവരെ അനുകൂലിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഏതൊരു മനുഷ്യന്റെയും ഏതൊരു അവകാശത്തെയും, അയാളുടെ വിശ്വാസം ഫോളോ ചെയ്യാനുള്ള ഏതൊരു അവകാശത്തെയും ഞാൻ അനുകൂലിക്കുന്നുണ്ട്. ആൻഡ് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ പർദ്ദ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഒരു വിശേഷങ്ങൾ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ ഞാൻ അതിന്റെ അമ്പലത്തിന്റെ വിശേഷങ്ങൾ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയ ടൈമിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ പറയാതിരിക്കുക. ഇഫ് നിങ്ങളൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള കാര്യം ഇജാതി ടോക്സിസിറ്റി വിളമ്പിയിട്ട് മറ്റുള്ളവരെ കൊണ്ടും കൂടെ പറയിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. പിന്നെ എൻ്റെ കാര്യം ഞാൻ അപ്പോഴും ഇപ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ വിശ്വാസം, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട്ട് വന്ന് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ഇന്നതാണ്, ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളുടെ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പ്രോഗ്രസ്സിലൂടെ, വളർച്ചയിലൂടെയും താഴ്ചയിലൂടെയും ഗ്രാഫിക്കലി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഏതൊരു മനുഷ്യന്റെ ജീവിതം. എപ്പോഴും ഒരേ ലൈനിൽ ഒരേ വരയിലൂടെ പോകുന്നതാണ് ജീവിതം എന്ന് വിചാരിക്കരുത്. നമുക്ക് ശരിയും നമ്മുടെ ബോധ്യങ്ങളും നമ്മുടെ അറിവുകളും നമ്മുടെ വളർച്ചയും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ സ്വാധീനിക്കാം, സ്വയം വേദനിപ്പിക്കാതിരിക്കുക, മറ്റൊരു വ്യക്തിയെ നമ്മൾ കാരണം കൊണ്ട് ഹേർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് അത് ഞാനിപ്പോൾ വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കാരണം ഒരാളെ ഞാൻ ബുദ്ധിമുട്ടിക്കാനായിട്ട് പോവാറില്ല ഇപ്പൊ നിലവിൽ. ഇതിന് മുന്നേ അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ടേക്കും എനിക്ക് ആരെയും ഹേർട്ട് ചെയ്യാനായിട്ട് യാതൊരുവിധ താല്പര്യമില്ല. ആൻഡ് സെയിം പോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ പറയാ, ഞാൻ എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം, എന്ത് പറയണം, എന്ത് ഭക്ഷണം കഴിക്കണം, എപ്പോൾ ഉറങ്ങണം, അല്ലെങ്കിൽ എത്ര ആൾക്കാരോട് സംസാരിക്കണം, ആരോടൊക്കെ സംസാരിക്കാൻ പാടില്ല, ഈ വക കാര്യങ്ങളൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്തിട്ട് അതുപോലെ ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ടോക്സിക് ആയിട്ട് പെരുമാറിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇനി ഇങ്ങനെ വന്നിട്ട് കൂടിപ്പോയാൽ വല്ലാണ്ട് ടോക്സിക് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്നെ അതൊരു തരത്തിലും ബാധിക്കുന്നില്ല. പക്ഷെ നിങ്ങളെ അളക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. നിങ്ങൾ 10 ആൾക്കാർ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് എടുക്കുക. അവരെല്ലാവരും ഇങ്ങനെ പൊട്ടക്കിണറ്റിലെ തവളകളാണെന്നുള്ളത് ആളുകൾ ജഡ്ജ് ചെയ്യും. അതിനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വന്നിട്ടുള്ള പെറുക്കിയെടുക്കാവുന്ന കമന്റ്സ് ആണ് ഇങ്ങനെയൊക്കെ. അതിനൊരു ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ളത് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു 98% കമന്റ്സും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഒരുപാട് കൂടെ നിന്നിട്ടുള്ള, അന്നും ഇന്നും എന്നും തുണച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി. എന്താ പറയാ, സ്നേഹത്തോടെ അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഭാഗത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് മാറ്റാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ ഞാൻ മാറ്റുക തന്നെ ചെയ്യും. അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ലൈഫിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ അറിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കും. പിന്നെ എൻ്റെ നാടിന് വേണ്ടി ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ ഡേ ടു ഡേ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് ശ്രമിക്കാം. ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി.